ഏട്ടെ ഇന്നത്തെ ഡാൻസ് പെർഫോമൻസ് നമ്പർ 1. താങ്ക് യു. ഈ രസികന്റെ ഒരു സ്മോൾ ഗിഫ്റ്റ് വാങ്ങിക്കണം. നന്നായിട്ടുണ്ട്. ഈ ജോഡിയിൽ ഒന്ന് അമ്മുക്കുട്ടി, ഇനി ഒന്ന് ആരാ? മനസ്സിലായോ? ഞാൻ വരട്ടെ. അമ്മ പോകാം. ഇല്ല, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഇങ്ങോട്ട് വരരുത്. വളരെ താങ്ക്സ്. ഞാൻ പേടിച്ചുപോയി. നിങ്ങളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ. പക്ഷെ നിങ്ങൾ എങ്ങനെ ഇവിടെ? അതോ, ഞാൻ ഡെയിലി ഈ സമയത്ത് ഇവിടെ വരും. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടമാ. പിന്നെ ഈ ഷർട്ട് അമ്മുക്കുട്ടി ഇട്ടതല്ലേ, ഇതും ഇനി എനിക്ക് വളരെ ഇഷ്ടമാ. വരട്ടെ. അമ്മുകുട്ടീന്റെ കല്യാണത്തിന് നാളെ കുറിക്കാൻ നാളെ ജോത്സ്യത്തിനടുത്ത് പോണം. ശരി, ആയിക്കോട്ടെ. മാത്രമല്ല ഒന്നിനും സമയമില്ല. അമ്മു, അമ്മോ, എന്താ പ്രശ്നം? ഒന്നുമില്ല ആൻറ്റി, ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പതുക്കെ വന്ന് തൊട്ടതാ. എന്തിനാ അമ്മു ഒച്ച വെച്ചത്? നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എല്ലാം കേട്ടിട്ട് ചുമ്മാ മിണ്ടാതെ നിൽക്കുവാ. പറയൂ, ഞാൻ ഇനി എന്ത് ചെയ്യും? അമ്മുക്കുട്ടിക്ക് മുറപ്പേണ കെട്ടാൻ ഇഷ്ടമില്ലേ? ഫോൺ അടിക്കുന്നു. ആരാണ് നോക്കാമോ? നെപ്പോളിയൻ കാണിക്കുന്നേ. ഞാൻ പിന്നെ വിളിക്കാണ് പറ. മിസ്റ്റർ മാധവ് മേനോൻ ഇസ് ബിസി നൗ. പിന്നെ വിളിക്ക് സാറേ. എന്താ? അതെയോ? അയ്യോ, എന്റെ ഗുരുവായൂരപ്പാ. സത്യാണോ? നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായി. എന്ത്? നിങ്ങൾ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു അല്ലേ? നെപ്പോളിയൻ എന്റെ ഫ്രണ്ടാ. അവനെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചും നിങ്ങളുടെ ഊര് തൃശ്ശൂരാണെന്ന് പറഞ്ഞതും പച്ചക്കള്ളമല്ലേ? ട്രിവാൻഡ്രം അല്ലേ നിങ്ങളുടെ ഊര്? റോയൽ ഫാമിലിയാ? കേരള CMന്റെ സിസ്റ്ററിന്റെ സണ്ണാണല്ലേ? പറയൂ. അത് പിന്നെ ശരിയാ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം വീട്ടുകാർ ആലോചിച്ചു, അത് പിടിക്കാതെ വീട് വിട്ടു വന്നു. ശരിയല്ലേ? ശരിയാണ്. എന്റെ സിറ്റുവേഷൻ അത് തന്നെയാ. എനിക്ക് നിങ്ങളോടൊരു കാര്യം നേരിട്ട് പറയാനുണ്ട്. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? പറയൂ മാധവ്.
തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എവിടെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊണ്ടു. എനിക്ക് എനിക്ക് നിങ്ങളെ വേണം. എനിക്ക് കുറച്ച് ടൈം വേണം അമ്മു. എന്റെ ലൈഫിൽ ചിലത് പ്ലാൻ ചെയ്യാനുണ്ട്. നീ കല്യാണത്തിന് സമ്മതിക്ക്. തക്ക സമയത്ത് വന്ന് ഞാൻ എന്നെ കൊണ്ടുപോവാം. ഈ ഫോൺ നീ കയ്യിൽ വെച്ചോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. വരട്ടെ. ഹലോ, എവിടെയാ? അമ്മു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിയെ പോകാൻ പറ. ഭയപ്പെടണ്ട, ഞാൻ ഇപ്പൊ വരാം. ആളെ മാറിപ്പോയല്ലോ. എല്ലാം എന്റെ അമ്മുണ്ണ വേണ്ടിയാ. കുറച്ചു നേരം കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞാനെ. ഇനി നമ്മൾ എങ്ങനെ പോവും? നിന്റെ ആഭരണമൊക്കെ ഇതിലിട്. ഈ ഡ്രസ് ഇട്ടിട്ട് വേഗം വാ. படகோட்டி சினிமாவில் வளையற்கான வேஷம் போட்டு தலைவர் சரோஜதை கூட்டிட்டு போகிறேன். அதே மாதிரி தான் தூக்கிட்டு போயிருக்கான். உங்களை நீங்களே பாராட்டிக்கிறீங்களா? எந்த குருவாயூரப்பா. உங்களுக்கு மலையாளம் தெரியுமா? எடிச்சி மலையாத்தா கைவிட்டாலும் அந்த குருவாயூரப்பன் கைவிட மாட்டாருன்னு சொல்லி வச்சேன். அடிக்கடி சொல்றீங்களே, யார் அந்த எடச்சி மலையாத்தா? எடிச்சி மலை மேல இருக்கும் அந்த அங்காளம்ம எங்க குலதெய்வமா. അല്ല, അത് നിങ്ങളുടെ കുലദൈവം എന്ന് പറഞ്ഞത് പോയി. നിങ്ങൾ ഒറിജിനൽ മലയാളിയല്ലേ? മാഡം, ഇയാൾ നുണ പറയാണ്. ഇയാൾ മാധവമേനാണ്. എല്ലാരോടും പറയൂ നിങ്ങൾ എന്നെ പറ്റിക്കുകയാണെന്ന്. നിങ്ങൾ എന്നെ പുരുഷനല്ലേ? അല്ലേ? ഞാൻ 100 പ്രാവശ്യം പറയും. നിങ്ങൾ എന്നെ പുരുഷനല്ലേ? എല്ലാരോടും പറയും. அவங்களுக்கு மறுபடியும் பிபி ஷூட் அப் ஆயிடுச்சுன்னு நினைக்கிறேன். அவங்களுக்கு ட்ரீட்மெண்ட் தேவையோரான. ப்ளீஸ் டேக் இட் அவுட். നിങ്ങളല്ലേ എന്നെ പുരുഷൻ? മാധവമേനോൻ. ஜட்ஜ்ட கொடுங்க. அக்யூஸ்ட போலீஸ் கஸ்டடியில் விசாரிக்க பர்மிஷன் வேணும் யுவர் ஆனர். விசாரணை எல்லாம் முடிஞ்சதுன்னு சொன்னீங்க. பெங்களூர்ல இருந்து சில லேட்டஸ்ட் எக்யூப்மெண்ட் வர வச்சிருக்கோம். நார்கோ அனாலிசிஸ் அண்ட் பிரெயின் மேப்பிங் மெத்தட்ல சில டெஸ்ட்கள் எடுக்கலாம்னு இருக்கு யுவர் ஆனர். Only 3 days granted. நான் சொன்ன அக்யூஸ்ட் இவன் தான் டாக்டர். டாக்டர், எனக்கு ஊசினா ரொம்ப பயம் டாக்டர். பயம் உனக்கு, அதை நாங்க நம்பணும். உண்மையதாங்க சொல்றேன். எங்களை பார்த்தா உனக்கு என்ன இழுச்ச வாங்க மாதிரி தெரியுதா? யோ, ஏயா கத்துற? காது ஜவ்வு அந்தரும் போல் இருக்க. டாக்டர், அந்த டெஸ்ட் எடுக்கணும்னு சொன்னா அதுக்கு ஏற்பாடு பண்ணுங்க. நாங்கள் எல்லாம் ரெடி பண்ணிட்டு கூப்பிடுறோம் சார். யோ, கூட்டு போயா. வாடா. ஏயா கரைச்சல் பண்றீங்க? போங்கயா. நீங்க எங்க? என்ன நடக்குதுன்னு பார்க்கறதுக்கு பெர்மிஷன் கொடுக்கணும். நான் ஒரு லா ஸ்டூடெண்ட், அதான் இந்த கேஸ் மேல கொஞ்சம் இன்ட்ரெஸ்ட். கேஸ் மேல இன்ட்ரெஸ்டா இல்ல அவன் மேலயா? ஓகே, தேங்க்யூ.